തൃശ്ശൂർ പൂരം എന്നത് ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു മഹാസംഗമം കൂടിയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിലുള്ള സൗഹൃദപരമായ മത്സരങ്ങൾ നമ്മൾ കാണുന്നത് ആനച്ചമയങ്ങളിലാണ്. ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും പിന്നെ സസ്പെൻസ് ഒളിപ്പിച്ച് വെക്കുന്ന മുത്തുക്കടകളുമൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിർമ്മാണം മാസങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിന് ആനച്ചമയങ്ങളുടെ നിർമ്മാണം എന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ഗജവീരന്മാര് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു രാജപ്രൗഢി തന്നെയാണ് ആ ഗജവീരന്മാർക്ക് ആ നെറ്റിപ്പട്ടം കൊടുക്കുന്നത്. അതുമാത്രമല്ല, പൂരത്തിന് ഏറ്റവും ആവേശ കാഴ്ചയാണ് കുടമാറ്റം എന്നത്. ഓരോ വർഷവും കുടമാറ്റത്തിൽ എന്താണ് സ്പെഷ്യൽ എന്നറിയാൻ വേണ്ടിയും അത് കാണാൻ വേണ്ടിയും എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ നെറ്റിപ്പട്ടവും അതോടൊപ്പം തന്നെ ഈ കുടകളും നിർമ്മിക്കുന്ന സ്ഥലത്താണ്. നമ്മുടെ ചേട്ടന്മാർ ഈ കനത്ത ചൂടത്തും ആവേശത്തോടെ ഇരുന്ന് കുടകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് ഞാൻ 17ാമത്തെ വർഷമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എൻ്റെ നേതൃത്വത്തിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ മൊത്തം 47 വർഷം ഈ ഫീൽഡിൽ നടന്നു. അതിൽ 30 വർഷം പാറമാവന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. കൊല്ലം ഉപയോഗിച്ച തുണികൾ ആ ഡിസൈൻ മാറ്റി വേറെ വെറൈറ്റി തുണികൾ നോക്കിയിട്ട് ദിവസം തന്നെ പോയി എടുക്കണം. സുഹൃത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, സ്വർണം ഉപയോഗിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? സ്വർണത്തിലാണ് മുന്നേ ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടിയാണ്. ഇപ്പോൾ ഒരു പൗഡർ കോട്ടിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് നെറ്റിപ്പട്ടത്തിൻ്റെ കൊമളകളും ചന്ദ്രക്കല വട്ടങ്ങളും കുമ്മാണം ഈ സാധനങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ബഫ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് പിന്നെ ഈ സ്വർണം പ്ലേറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ തുണി കട്ട് ചെയ്തിട്ട് അതിന് ഒരളവുണ്ട്, അളവനുസരിച്ച് തുണി കട്ട് ചെയ്തിട്ട് തയ്ച്ച് ഇതൊക്കെ കൈതൊഴിൽ തന്നെ, കൈ കൊണ്ട് തുന്നൽ തന്നെ മുഴുവൻ. ആനച്ചമയത്തിൻ്റെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളാണ്. ഒന്ന് ആലവട്ടവും മറ്റൊന്ന് വെഞ്ചാമരവും. മേളം ഇങ്ങനെ കൊഴുക്കുമ്പോൾ ആനപ്പുറത്തിരുന്ന് ആലവട്ടവും വെഞ്ചാമരവും വീശുന്നത് കാണാൻ തന്നെ പ്രത്യേക പ്രൗഢിയാണ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, ഇത് ആലവട്ടം കാണുമ്പോൾ തന്നെ അറിയാം, ഇതിന് നിർമ്മിച്ചിരിക്കുന്നത് മയിലിൻ്റെ പീലി കൊണ്ടാണ്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇനി അടുത്തത് വെഞ്ചാമരം നിർമ്മിച്ചിരിക്കുന്നത് യാക്കെന്നുള്ള മൃഗത്തിൻ്റെ തോല് കൊണ്ടാണ്. എടുത്തു പൊക്കുമ്പോൾ തന്നെ നല്ല ഭാരം ഇതിനുണ്ട് എന്നുള്ളതാണ്. ഇത് ഹൈന്ദവ പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങളിൽ ധാരാളം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഏകദേശം 1000-ലധികം ക്ഷേത്രോത്സവങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഈ 1000-ലധികം ക്ഷേത്രോത്സവങ്ങളിലേക്കുമുള്ള ചാമരം ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ഞങ്ങളെപ്പോലെയുള്ള അപൂർവം 1-2 പേരിൽ കൂടിയിട്ടാണ് കൊടുക്കുന്നത്. കൈക്കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. യാതൊരു മെഷീനറി ഐറ്റംസ് ഇതിനകത്തില്ല. ഇപ്പോൾ സൂചി, നൂല്, കത്രിക, കത്തി, ചെറിയ മരം കൊണ്ടുണ്ടാകുന്ന അച്ച് അല്ലെങ്കിൽ മോൾഡ് മാത്രം, പിന്നെ ഈ വർണ്ണക്കടലാസുകളും മാത്രമാണ് ഇതിൻ്റെ എസെൻഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുക. ലോകത്ത് മറ്റൊരിടത്തും ആനച്ചമയ നിർമ്മാണം ഇല്ല എന്നുള്ളത് തൃശ്ശൂരിൻ്റെ പ്രത്യേകതയാണ്. തൃശ്ശൂർ പൂരത്തിനായുള്ള ആനച്ചമയത്തിൻ്റെ ഓരോ വസ്തുക്കളും തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായും കൈകൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് നേരെ 26-ാം തീയതി ഇവിടെ തൃശ്ശൂരേക്ക് പോകുന്നുള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ മാറ്റ് നേരിട്ട് തന്നെ കണ്ടറിയാം. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.